നല്ല ചാറ്റൽ മഴയുണ്ട്, പൂരാടമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക്, ഒപ്പം കട്ടൻ ചായ. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മുറുക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്താക്കുന്നതെന്ന് പറയുന്നത് അരി വറുത്ത് പൊടിച്ചത്, പിന്നെ എള്ള്, അതിനോടൊപ്പം കുറച്ച് ജീരകം ഇട്ടു. ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ വറുത്ത കടല, വറുത്ത ഉഴുന്ന്, ഉപ്പ്, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ. ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ വറുത്ത കടലയും ഉഴുന്നും അതുപോലെ ഉപ്പും ഈ സോഡാപ്പൊടിയും കൂടെ അല്ല ബേക്കിംഗ് പൗഡറും കൂടെ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത് ഇതേപോലെ പൗഡറായിട്ട് വരും. എന്നിട്ട് ആ പൗഡർ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യാം. ഈ മാവുകൾ തമ്മിൽ നമ്മൾ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. ഇത് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതിന് മുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഇത് ഏകദേശം കുഴച്ച് കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ സ്വല്പം ഓയിൽ ഒഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യെടുക്കാം ഒരു മയത്തിന് വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ഏകദേശം ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം, ഇത് ഇത്രയ്ക്ക് ഒരു കട്ടി അതിന് വേണം. നമ്മളൊന്ന് വെള്ളം കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ അടയാളം അങ്ങനെ തന്നെ നിൽക്കുന്ന രീതിയിൽ അത്രയ്ക്കുള്ള കട്ടിക്കാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ വാഴയില എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചുറ്റി എടുത്താൽ മതി. ഇതിൽ അച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എത്ര വലുപ്പം വേണമെങ്കിലും ഉണ്ടാക്കാം. അറ്റെത്തുമ്പോൾ ചെറുതായിട്ട് നൊട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഇളകി പോവില്ല. ഇത് നമ്മൾക്ക് കയ്യിലേക്ക് തന്നെ തിരിച്ച് എടുത്തിട്ട് എണ്ണയിലിടാം. ഓരോ ചെറിയ വാഴയില എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഇത് അച്ച് വെച്ച് തന്നെ നമുക്ക് ഇതേ കണക്ക് റെഡിയാക്കി വയ്ക്കാം. വെച്ചിട്ട് ഒരു 2-3 വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫയറിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. മീഡിയം ഫയറിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ട ഇതിൻ്റെ എണ്ണയൊന്നും പിടിക്കാതെ തന്നെ നമ്മൾ ക്രിസ്പി ആയിട്ട് മുറുക്ക് ഇങ്ങനെ വരും. ഇതിൻ്റെ വേവ് നോക്കാനായിട്ട് നമ്മൾ ഈ മുറുക്കിൻ്റെ കളർ നോക്കിയാൽ മതി. ഈ കളറാകുമ്പോൾ അത് വെന്തിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബബിൾസ് ഉണ്ടല്ലോ, ഈ ബബിൾസ് എന്ന് പറയുന്ന വെള്ളത്തിൻ്റെ അംശം നിൽക്കുമ്പോൾ മാത്രം വരുന്നതാണ്. ബബിൾസ് തീർന്നു കഴിഞ്ഞാൽ ഏകദേശം എന്താണ്ട് ഇത് കണ്ട ഇതിലൊന്നും ബബിൾസ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇതെടുക്കാം. ഇത് വെത്ത് ക്രിസ്പി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഓണപ്പലഹാരമായ മുറുക്ക് നല്ല സൂപ്പറായിട്ട്